ട്രയാങ്കുലേഷനാണ്. അപ്പം നമുക്ക് ആദ്യത്തെ പ്രൈമറി ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേയിങ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു? പ്ലെയിൻ സർവേയിങ്ങും ജിയോഡറ്റിക് സർവേയിങ്ങും. അപ്പം ഇത് രണ്ട് ഡിവിഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ 250 കിലോമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ 240 കിലോമീറ്റർ സ്ക്വയറിന് താഴെയാണെങ്കിൽ പ്ലെയിന്, മുകളിലാണെങ്കിൽ ജിയോഡറ്റിക്. ജിയോഡറ്റിക്കിൻ്റെ കേസിൽ കർവ് ഓഫ് ദി എർത്ത് ഈസ് കൺസിഡേർഡ്. കാരണം എന്ന് വെച്ചാൽ വലിയ ഏരിയയിൽ സർവേ ചെയ്യുന്നുണ്ട്, കർവ് ഓഫ് ദി എർത്ത് ഈസ് കൺസിഡേർഡ്. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ട്രയാങ്കുലേഷൻ. ട്രയാങ്കുലേഷൻ ഇസ് നത്തിങ് ബട്ട് ഡിവൈഡിങ് അവർ ഏരിയ ഇൻടു ഡിഫറെൻറ്റ് ട്രയാങ്കിൾസ്. അപ്പോൾ ട്രയാങ്കിളായിട്ട് നമ്മളെ ഏരിയനെ ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ട്രയാങ്കുലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയിൻ സർവേയിലെല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മളെ ഏരിയ ഇതായിട്ട് തിരിക്കില്ല. അപ്പം ആദ്യം ബേസ് ലൈൻ വേണം. ബേസ് ലൈന് പ്ലോട്ട് ചെയ്യണമെന്ന് വെച്ചാൽ വിത്ത് മാക്സിമം അക്യുറസി ഇതിൽ പ്ലോട്ട് ചെയ്ത് എന്നിട്ട് അതിൻ്റെ ഓപ്സെറ്റ് എടുത്ത് ട്രയാങ്കിൾസും ട്രപ്പിസോയിഡും ആക്കിയിട്ട് തിരിക്കുന്നത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ആക്ച്വലി ഇതിൻ്റെ അകത്ത് ട്രയാങ്കുലേഷനിൽ പറയാനുള്ളത്. അപ്പോൾ ട്രയാങ്കിൾസിൻ്റെ ഇങ്ങനെ ഉണ്ടാക്കുന്ന ട്രയാങ്കിൾസിൻ്റെ എൻഡ് പോയിന്റിന് സ്റ്റേഷൻസ് എന്ന് പറയും. അപ്പോൾ ട്രയാങ്കിൾസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒന്നിക്ക് 2 സൈഡിൻ്റെ ലെങ്ത് ഒരു ആംഗിൾ, അല്ലെങ്കിൽ ഒരു സൈഡിൻ്റെ ലെങ്ത് 2 ആംഗിൾ, ഇത്രയും കിട്ടിയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി പർപ്പസ് ഓഫ് ട്രയാങ്കുലേഷൻ. പർപ്പസ് ഓഫ് ട്രയാങ്കുലേഷനിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ടു എസ്റ്റാബ്ലിഷ് ദ അക്യുറേറ്റ് കൺട്രോൾ പോയിന്റ്സ്. ഫോർ പ്ലെയിൻ ആൻഡ് ജിയോഡറ്റിക് സർവേയിങ് ഫോർ ലാർജ് ഏരിയ. ലാർജ് ഏരിയ ആണെങ്കിൽ ഈ കൺട്രോൾ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫിക്സഡ് പോയിന്റ്, എക്സാമ്പിൾ നമ്മൾ ബെഞ്ച് മാർക്കിൽ നമ്മൾ എടുക്കുന്നില്ലേ, അപ്പോൾ ആ പോയിന്റിൽ നിന്നായിരിക്കും ബാക്കി എല്ലാ റീഡിങ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത്രയും അക്യുറേറ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആയിരിക്കും ഈ കൺട്രോൾ പോയിന്റ്സ് എന്ന് പറയുന്നത്. അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ചെയ്യുന്നത്, ട്രയാങ്കുലേഷൻ ചെയ്യുന്നത്. പിന്നെ ഫോട്ടോഗ്രാമെട്രിയിലും കൺട്രോൾ പോയിന്റ്സ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ ചെയ്യും, ട്രയാങ്കുലേഷൻ ചെയ്യും. ഫോട്ടോഗ്രാമെട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ത്രൂ ഫോട്ടോ വെച്ചിട്ട് സർവേ ചെയ്യുന്ന പ്രോസസ്സ്. ആക്ച്വലി ഇത് നമ്മൾ നോർമലായിട്ട് മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കുക ചെയ്യുക. അതായത് എയറോപ്ലെയിനിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും മുകളിൽ നിന്ന് നമ്മൾ ടെറൈൻ്റെ ഫോട്ടോ എടുത്ത് എന്നിട്ട് അതിൽ അത് മാപ്പാക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സ്. അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഓർത്തോ മാപ്പ് എന്ന് പറയും. ഓർത്തോ മാപ്പ്. അപ്പോൾ അതൊന്നും വേണ്ട ഇതിൻ്റെ അകത്ത് ഫോട്ടോഗ്രാമെട്രിയിൽ കൺട്രോൾ പോയിന്റ്സ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ്, ഇപ്പം എന്തെങ്കിലും ഒരു ഇതാവാം, ബിൽഡിംഗ് ആവാം, അല്ലെങ്കിൽ അതൊരു ഒബ്ജക്റ്റ് ആവാം, അല്ലെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞ കിണറോ അങ്ങനെ എന്തെങ്കിലും ആവാം. അതെല്ലാം അതിൻ്റെ കോർഡിനേറ്റ്സ് ഫിക്സ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പ്രോസസ്സാണ് ട്രയാങ്കുലേഷൻ. പിന്നെ അക്യുറേറ്റ് ലൊക്കേഷൻ ഓഫ് എഞ്ചിനീയറിംഗ് വർക്ക്. വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ സാധനം യൂസ് ചെയ്യും. പിന്നെ ടു അസിസ്റ്റ് ഇൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദി എർത്ത്. അതായത് കറക്റ്റ് ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ദി എർത്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ സാധനം നമ്മൾ യൂസ് ചെയ്യും, ട്രയാങ്കുലേഷൻ. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രയാങ്കുലേഷൻ സിസ്റ്റം. ക്ലാസിഫിക്കേഷൻ ഇതായി കഴിഞ്ഞാൽ അതിൻ്റെ അക്യുറസിയും ആൻഡ് പർപ്പസ് വെച്ച് കഴിഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് ഒരു 3 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് പ്രൈമറി ഓർ ഹയസ്റ്റ് ഓർഡർ എന്ന് പറയാം. പ്രൈമറി ഓർ ഹയസ്റ്റ് ഓർഡർ സർവേയിങ്, ഇതാണ് ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള ട്രയാങ്കുലേഷൻ സിസ്റ്റം, അല്ലെങ്കിൽ ഇത് ഹയസ്റ്റ് ഗ്രേഡാന്ന് പറയാം. ഹയസ്റ്റ് ഗ്രേഡ് ഓർ അക്യുറേറ്റ്, മോസ്റ്റ് അക്യുറേറ്റ് സിസ്റ്റം.
അപ്പോൾ ഇത് മോസ്റ്റ് അക്യുറേറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ എറർ വരുന്നത് (1 സെക്കൻഡ്) അത്രയും കുറഞ്ഞ എറർ മാത്രമേ ഇതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. പിന്നെ എന്താ കിലോമീറ്റർ 16 കിലോമീറ്റർ ടു 150 കിലോമീറ്റർ ആണ് ഈ സാധനം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബേസ് ലൈനിൻ്റെ ലെങ്ത്ത് 5 to 15 കിലോമീറ്റർ. പിന്നെ എറർ ഇൻ ബേസ് ലൈൻ അത് 1 in 30,000. അസിമുത്തിലെ എറർ 0.5 സെക്കൻഡ് വരുന്നുള്ളൂ. നെക്സ്റ്റ് സെക്കൻഡറി സെക്കൻഡ് ഓർഡർ. അപ്പം ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പ്രൈമറി ട്രയാങ്കുലേഷൻ വെച്ചിട്ട് പ്ലോട്ട് ചെയ്ത് വെച്ച ഓൾറെഡി കിട്ടിക്കഴിഞ്ഞ ഇതുണ്ടാവും, എന്താ പ്രൈമറി കൺട്രോൾ പോയിന്റ്സ് ഉണ്ടാവും. അതായത് പ്രൈമറി സർവേ ആദ്യം ചെയ്ത് കുറച്ച് പോയിന്റ്സ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്ന ഇപ്പോൾ ഇതാണ് നമ്മളെ 2 മെയിൻ കൺട്രോൾ പോയിന്റ്സ് വെച്ചിട്ട് അത് പ്രൈമറി സർവേ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോയിന്റ് ഫിക്സ് ചെയ്യുന്നത് സെക്കൻഡറി ഓർഡർ വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് ഓഫ് ബേസ് ലൈൻ ഏകദേശം 1.5 കിലോമീറ്റർ ടു 5 കിലോമീറ്റർ ആയിരിക്കും. പിന്നെ ലെങ്ത് ഓഫ് സൈഡ് എന്ന് പറയുന്നത് 8 to 65 കിലോമീറ്റർ ആയിരിക്കും. ഇനി എറർ എന്ന് പറയുന്നത് (3 സെക്കൻഡ് ആയിരിക്കും. 3 മിനിറ്റ് ആയിരിക്കും, സെക്കൻഡ് അല്ല. ഇനി എറർ ഇൻ ബേസ് എന്ന് പറയുന്നത് 1 in 150,000 1,50,000 1,50,000 അങ്ങനെ നമ്മൾ എടുക്കുക. ഇനി അടുത്ത ടൈപ്പാണ് ട്രഷറി ഓർ തേർഡ് ഓർഡർ. അപ്പോൾ സെക്കൻഡറി വെച്ചിട്ട് ചെയ്ത പോയിന്റ്സിൻ്റെ ഇടക്ക് പോയിന്റ്സ് ഫിക്സ് ചെയ്യണമെങ്കിൽ നമ്മൾ ട്രഷറി നമ്മൾ ചെയ്യുക. അപ്പോൾ ട്രഷറീൻ്റെ ലെങ്ത് ഓഫ് ബേസ് ലൈൻ ഏകദേശം 0.5 കിലോമീറ്റർ ടു 3 കിലോമീറ്റർ ആയിരിക്കും. ലെങ്ത് ഓഫ് സൈഡ് എന്ന് പറയുന്നത് 1.5 കിലോമീറ്റർ ടു 10 കിലോമീറ്റർ. ഇനി എറർ എന്ന് പറയുന്നത് ട്രയാങ്കുലേഷൻ എറർ എന്ന് പറയുന്നത് (6). അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ബേസ്ഡ് ഓൺ ഫിഗേഴ്സ് സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലേ, ട്രയാങ്കുലേഷൻ ഫിഗേഴ്സ് ആൻഡ് സിസ്റ്റം. ട്രയാങ്കുലേഷൻ ഫിഗേഴ്സ് ആൻഡ് സിസ്റ്റം. അത് വെച്ചിട്ട് ഫസ്റ്റ് വണ് സിംഗിൾ ചെയിൻ. സിംഗിൾ ചെയിന് ഫസ്റ്റ് നമ്മളെ ബേസ് ലൈൻ ഉണ്ടാവും. എന്നിട്ട് അത് വെച്ചിട്ട് ട്രയാങ്കിൾസ് പ്ലോട്ട് ചെയ്യുന്ന പോകുന്ന പ്രോസസ്സ് സിംഗിൾ ചെയിൻ. ഇത് നാരോ സ്ട്രിപ്സിനാണ് യൂസ് ചെയ്യുന്നത്. റാപ്പിഡ് ആൻഡ് എക്കണോമിക്കലാണ്. ഇത് നോട്ട് സോ അക്യുറേറ്റ് ഫോർ പ്രൈമറി വർക്കാണ്. പ്രൈമറി സർവേക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എക്സസീവ് എറർ വരുന്നുണ്ടെങ്കിൽ ബേസ് ലൈൻ എന്ന് ഇടക്കിടക്ക് ചെക്ക് ചെയ്യേണ്ടി വരും.
ഇനി രണ്ടാമത്തത് ഡബിൾ ചെയിൻ. ഡബിൾ ചെയിൻ ആകുമ്പോൾ 2 ചെയിനുകൾ പ്ലോട്ട് ചെയ്യണം. എന്നിട്ട് അത് വെച്ചിട്ട് ട്രയാങ്കിൾസ് പ്ലോട്ട് ചെയ്യുന്ന പ്രോസസ്സ്. അടുത്ത സെൻട്രഡ് ഫിഗേഴ്സ്. സെൻട്രഡ് ഫിഗേഴ്സ് ഒരു ഫ്ലാറ്റ് കൺട്രിയിൽ ലാർജ് ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഷേപ്പ് എന്തും ആവാം. ക്വാഡ്രിലേറ്ററൽ ആവാം, പെൻറ്റഗൺ ആവാം, ഹെക്സഗൺ ആവാം, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തും ആവാം. അതിൻ്റെ എക്സാമ്പിൾ എന്ന് വെച്ചാൽ വേണ്ടിയിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് നമുക്ക് തിരഞ്ഞെടുക്കാം. പക്ഷെ എന്താ, ട്രയാങ്കിൾസ് ആവണമെന്നേ ഉള്ളൂ. അപ്പോൾ ഏത് ഷേപ്പിലും എന്താ ചെയ്യുന്നത്. അടുത്ത ടൈപ്പാണ് ക്വാഡ്രിലാറ്ററൽസ്. അപ്പം വെറും ക്വാഡ്രിലാറ്ററൽ ഷേപ്പ് വെച്ചിട്ട് ട്രയാങ്കുലേഷൻ ചെയ്യുന്ന പ്രോസസ്സ്. ഇത് യൂഷ്വലി ഹില്ലി ഏരിയാസിലാണ് ചെയ്യുക. ഹില്ലി കൺട്രിയിൽ ആണ് ബെസ്റ്റ് സ്യൂട്ടബിൾസ്. ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ ഉള്ളത്. ഇനി നെക്സ്റ്റ് കേസിൽ വരുന്നതാണ് വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾസ്. നമ്മൾ ഇതിന് സർവേക്ക് യൂസ് ചെയ്യുന്ന ട്രയാങ്കിൾസ് എല്ലാം വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾസ് ആയിരിക്കണം എന്നാണ് പറയുക. അപ്പോൾ വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കേസിൽ 30 ഡിഗ്രിയിൽ അതിന് മുന്നേ ഒരു കാര്യം പറയാം. നമ്മൾ ഈ ട്രയാങ്കുലേഷനിൽ ട്രയാങ്കിൾസ് കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ അല്ല. സ്ട്രെയിറ്റ് ലൈനെ കൊണ്ട് ഇതാക്കുന്ന ട്രയാങ്കിൾ അല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളെ എർത്തിൻ്റെ സർഫസ് കർവ്ഡാണ്. അപ്പം ഇങ്ങനൊരു ഇതാണ് കിട്ടുക. എന്താ, ഈ കർവ്ഡ് ലൈൻസ് കണക്ട് ചെയ്യുന്ന, ആർക്ക് കണക്ട് ചെയ്യുന്ന ഒരു ട്രയാങ്കിളാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുക. അപ്പോൾ നമുക്ക് ട്രയാങ്കിൾസിൻ്റെ മൊത്തം ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി ആണെന്നറിയാം. ഇതിൻ്റെ കേസിൽ മോർ ദാൻ 180 ഡിഗ്രി ആയിരിക്കും. 180 ഡിഗ്രി ആവണമെന്നില്ല, ഒരിക്കലും ആവില്ല. കാരണം എന്ന് വെച്ചാൽ മോർ ദാൻ 180 ഡിഗ്രി സ്ട്രൈറ്റ് ലൈൻ വെച്ചിട്ട് കണക്ട് ചെയ്യാത്തതുകൊണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ പറയുന്നത് നമ്മൾ എടുക്കുന്ന ട്രയാങ്കിൾസിൻ്റെ ആംഗിൾ ഒരിക്കലും 30 ഡിഗ്രിയിൽ കുറയാൻ പാടില്ല. ഓൾവേസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 30 ഡിഗ്രി. പിന്നെ എപ്പോഴും എടുക്കുന്ന ട്രയാങ്കിളിൻ്റെ ആംഗിൾ 120 ഡിഗ്രിയിൽ കുറയുകയും വേണം. അപ്പോൾ ഇത്രയാണ് നോക്കേണ്ടത്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിളായി. ഇനി നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റുന്ന ട്രയാങ്കിൾ ഐസോസിലസ് ട്രയാങ്കിൾ, അതായത് 2 സൈഡ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ ഐസോസിലസ് ട്രയാങ്കിൾ. ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ ഇത് 50 ഡിഗ്രി 14 മിനിറ്റ് ഈച്ച് ആയിരിക്കും ഈ ആംഗിൾ. ഇതിൻ്റെ അകത്ത് 14 മിനിറ്റ് ഈച്ച് ആയിരിക്കും ഈ ട്രയാങ്കുലേഷനിൽ നമ്മൾ മാക്സിമം പ്രിഫറബിൾ. ഇത്രയേ ഉള്ളൂ ട്രയാങ്കുലേഷനിൽ.